നമ്മൾ മുഹ്സിനീങ്ങൾ ആര്, അവർക്ക് എന്ത് എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ. അല്ലദീന യുഖീമൂന അസ്സലാഹ വയുഊതൂന അസ്സകാഹ വഹും ബിൽആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി വിജയികൾ ആരാണ് എന്ന് പറഞ്ഞു, സന്മാർഗികൾ ആരാണെന്ന് പറഞ്ഞു. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിശുദ്ധ ഖുർആൻ സന്മാർഗികളെക്കുറിച്ച്, സുഹൃതവാന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ പിന്നെ ആരെക്കുറിച്ച് പറയും? ദുർമാർഗികളെ കുറിച്ച് പറയും, പരാജിതരെ കുറിച്ച് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർമാർഗികൾ ആര്, പരാജിതരാര് എന്നുള്ളത് പറയാണ്. പക്ഷെ അത് അവരുടെ സ്വഭാവം കൊണ്ടാണ് അവരെക്കുറിച്ച് പറയുന്നത്. അവരുടെ സ്വഭാവമാണ് പറയുന്നത്. അവർ പരാജിതരാണ്, അവർ ദുർമാർഗികളാണ്. അവരുടെ സ്വഭാവം പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുന്നത്. وَمِنَ النَّاسِ مَن يَشْتَرِي لَهْوَ الْحَدِيثِ لِيُضِلَّ عَن سَبِيلِ اللَّهِ بِغَيْرِ عِلْمٍ وَيَتَّخِذَهَا هُزُوًا أُولَئِكَ لَهُمْ عَذَابٌ مُهِينٌ وَإِذَا تُتْلَى عَلَيْهِ آيَاتُنَا وَلَّى مُسْتَكْبِرًا كَأَن لَّمْ يَسْمَعْهَا كَأَنَّ فِي أُذُنَيْهِ وَقْرًا فَبَشِّرْهُ بِعَذَابٍ أَلِيمٍ. ഇതാണ് പറയുന്നത്. വമിനന്നാസ്, ജനങ്ങളിൽ ചിലരുണ്ട്. മിൻ എന്ന് പറഞ്ഞാൽ അവിടെ മിൻ ലിത്തബഈദ്, അതെ, ചിലർ എന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കാൻ. വമിനന്നാസ്, ജനങ്ങളിൽ ചിലരുണ്ട്. അവരാരാണ്? മൻ യശ്തരി ലഹുവൽ ഹദീസ്, മൻ യാതൊരു കൂട്ടരാണ്, അല്ലെങ്കിൽ യാതൊരുവനാണ്, യശ്തരി അവൻ വാങ്ങുന്നു, വിലക്ക് വാങ്ങുന്നു, ലഹുവൽ ഹദീസ്, ലഹുൽ ഹദീസിനെ വാങ്ങുന്നു. എന്തിന്? ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം, ലിയുദില്ല അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തെറ്റിക്കുന്നതിന് വേണ്ടി, പിഴപ്പിക്കുന്നതിന് വേണ്ടി. ബിഗൈരി ഇൽം, യാതൊരു അറിവുമില്ലാതെ, യാതൊരു അറിവും കൂടാതെ. വയത്തഖിദഹ, അവൻ അതിനെ സ്വീകരിക്കുന്നു, ഹുസ്വൻ, ഹുസ്വൻ എന്ന് പറഞ്ഞെങ്കിൽ പരിഹാസം. ഉലൈക ലഹും അദാബും മുഹീൻ, അവർ അക്കൂട്ടർ ലഹും അവർക്കാകുന്നു അദാബും മുഹീൻ, മുഹീനായ അദാബ്, ശിക്ഷ. മുഹീൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യം, ഹീനം, ഹീനമായ അദാബ്, ശിക്ഷ. ഇവിടെ ഈ ആയത്തിലും കുറേ വിഷയങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ ചിലരുണ്ട്, യശ്തരി, അവർ വാങ്ങുന്നു, ലഹുവൽ ഹദീസ്, ലഹുവൽ ഹദീസിനെ വാങ്ങുന്നു എന്നാണ്. എന്താ ഈ ലഹുൽ ഹദീസ്? ലഹു, വിശുദ്ധ ഖുർആനിൽ ലഹുവും ഉണ്ട്, ലഈബും ഉണ്ട് അല്ലേ. വമൽ ഹയാത്തു ദുനിയ ഇല്ല ലഈബുൻ വലഹു. അള്ളാഹു ലഈബിനെ കുറിച്ചും പറഞ്ഞു, ലഹുവിനെ കുറിച്ചും പറഞ്ഞു. ലഈബ്, അതേപോലെ തന്നെ ലഹു, ലഅബ് കളിയാണ് അല്ലേ, ലഹുവും അതേപോലെ തന്നെ കളിയാണ്. കളികളിൽ ചിലതിൽ ചില മസ്ലഹത്ത് ഉണ്ടാവില്ലേ. എല്ലാ കളിയൊരു പോലെ ചില കളികളിൽ എന്തുണ്ട്, ചില മസ്ലഹത്തുകളുണ്ട്, ചില ഗുണങ്ങളുണ്ട്. ലഹുവാകുമ്പോൾ യാതൊരു ഗുണമില്ലാത്ത കാര്യം. പിന്നെ അതാണ് തമ്മിൽ ഒരു വ്യത്യാസം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ലഹുൽ ഹദീസ് എന്നാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ വർത്താനം, വാർത്ത. ലഹു എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മായുൽഹിൽ ഖൽബ് എന്നാണ്. മായുൽഹിൽ ഖൽബ്, ഖൽബിനെ വ്യാപൃതമാക്കുന്നത്, ഹൃദയത്തെ വ്യാപൃതമാക്കുന്നത്. ഹൃദയത്തെ വ്യാപൃതമാക്കി ഏതിൽ നിന്ന്? അൻതാഅതില്ല, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ നിന്ന്. അപ്പം അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ നിന്ന് ഹൃദയത്തെ അശ്രദ്ധമാക്കുകയും തെറ്റിക്കുകയും ചെയ്യുന്ന എല്ലാം. ചിലർ പറഞ്ഞത് അൽ കലാമുൽ ബാത്തിൽ, അൽ കലാമുൽ ബാത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? നിരർത്ഥകമായ വർത്താനം, സംസാരം,
അൽ മുൽഹി അനില്ല, അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന വ്യർത്ഥമായ സംസാരം, അതാണ് ലഹുൽ ഹദീസ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലഹുൽ ഹദീസ് എന്നാണ് പറഞ്ഞത്. മലയാളത്തിലൊക്കെ തഫ്സീറുകളിൽ വിനോദ വാർത്തകൾ, വിനോദ വർത്തമാനങ്ങൾ, വിനോദ വാർത്തകൾ എന്നൊക്കെയാണ്. വിനോദം, വർജ്യം, അതേപോലെ തന്നെ അസത്യം, അതൊക്കെ ഇവിടെ ഉദ്ദേശമാണ്. ഇവിടെ ഈ ലഹുൽ ഹദീസിനെ വിലക്ക് വാങ്ങുന്നവർ ജനങ്ങളിലുണ്ട് എന്നാണ്. എന്തിനാണ് വിനോദ വാർത്തകൾ വാങ്ങുന്നത്? യുദില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് യുദിൽ പിഴപ്പിക്കാൻ വേണ്ടി എന്നാണ്. ഇതിനെ ലിയദില്ല എന്നും ഖിറാഅത്തുണ്ട്. ലിയദില്ല, പിഴക്കാൻ വേണ്ടി അൻ സബീൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന്. നമുക്ക് പറയാം, ഇവിടെ ആദ്യ അവതരണ പശ്ചാത്തലം അതേറെ ശ്രദ്ധേയാണ്. അതിൽ നിന്ന് പോകും വേണം. വിശുദ്ധ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, നമ്മൾ പറഞ്ഞ സൂറത്തുൽ ലുഖ്മാൻ മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന് വളരെയധികം തടസ്സം നിന്നിരുന്ന രണ്ട് പേരാണ്. ഒന്ന് അൻ-നദ്ർ ബിനുൽ ഹാരിസ്, മറ്റൊന്ന് ഉഖ്ബ ഇബ്നു അബി മുഅയ്ത്ത്. രണ്ടാളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിനെ തടട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവർ ഉണ്ടാക്കിയിരുന്ന പൊറുതികേട് ചില്ലറയല്ല. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി എന്നറിയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ഈ ഖുർആനെ കേൾക്കരുത്. വൽഗൗ ഫീഹി എന്നാണ് ഖുർആൻ്റെ എന്ത് ചെയ്യണം, ബഹളം ഉണ്ടാക്കാൻ പറഞ്ഞ്. എന്തിന്? ഖുർആൻ ഓതുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് ആളുകളെ ബോധവൽക്കരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ, ആളുകൾ പിന്നെ ഖുർആനിന് ശ്രദ്ധ അവരുടേത് തെറ്റും. പിന്നെ ബഹളം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ആളുകൾ പിരിഞ്ഞു പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇവരുടെ തന്ത്രമായിരുന്നു. അതിൽ നദ്ർ ബിനുൽ ഹാരിസും അതേപോലെ തന്നെ ഉഖ്ബത്ത് ബിനു അബി മുഅയ്ത്തും ഇവർ വളരെ വില്ലന്മാരായിരുന്നു. ഇവരാണ് പിന്നെ ഖുറൈശികൾക്ക് വേണ്ടിയിട്ട് മദീനയിൽ യസ്രിബിൽ പോയിരുന്നത്. മദീനയിൽ മതങ്ങളുടെ മദീന ഹിജറക്ക് മുമ്പ് യസ്രിബാണല്ലോ. മദീനയിൽ പോയിട്ടൊന്ന് ജൂതരുമായിട്ട് സന്ധിക്കും. എന്നിട്ട് ജൂതരോട് എന്ത് ചെയ്യും, എങ്ങനെ മുഹമ്മദിനെ സംസാരിച്ച് തോൽപ്പിക്കാം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ടാണ് എന്ത് ചെയ്യുന്ന ആളുകളെ പിടിക്കണത്. അപ്പോൾ എങ്ങനെ സംസാരിച്ച് തോൽപ്പിക്കാം എന്നുള്ള വിഷയം, അക്രമം, കൂക്കുവിളി, ഏറ്, മണ്ണ് വാരിയിടൽ, പ്രതിരോധങ്ങൾ, മുള്ളെറിയൽ, പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മക്കത്തുള്ളവർ നടത്തുന്നുണ്ട്. ഇവരുടേത് അങ്ങനെയല്ല, ഇവരുടേത് എതിർപ്പിൻ്റെ രീതി വേറെയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, യസ്രിബിൽ പോയി മദീനയിൽ പോയിട്ട് യഹൂദരോട് പറയും, ഇങ്ങനെ മുഹമ്മദ് പിന്നെ ഈ ഖുർആൻ ഓതിയിട്ടുള്ള ആളുകളുടെ ഈ പിന്നെ ദഅവത്ത് അതിനെങ്ങനെ തടുക്കാം. അപ്പോൾ ഇവരോടാണ് ഖുറൈശികൾ യഹൂദർ പറഞ്ഞു കൊടുക്കുന്നത്, സലൂഹു അൻ സലാസിൻ, 3 കാര്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് ആ 3 കാര്യങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ, അനുകൂലമായി പ്രതികൂലിച്ചിട്ടുണ്ടെങ്കിൽ, ശരിയുത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യപ്രവാചകനാണ്, അതില്ല എങ്കിൽ വ്യാജനാണ് എന്ന് പറയണം. അപ്പം 3 കാര്യങ്ങൾ ഏതാ? അപ്പോൾ സലൂഹു അൻ ഫിത്യത്തിൻ ഖദ് ദഹബു ഫി അവലി ദഹർ, പുരാണകാലത്ത് കഴിഞ്ഞു പോയൊരു തരം യുവാക്കൾ, ഒരു സംഘം യുവാക്കൾ, അവരെ കുറിച്ച് ചോദിക്കാൻ പറയണം. സലൂഹു അൻ ഫിത്യത്തിൻ ദഹബു ഫി അവലി ദഹർ, പുരാണകാലത്ത് കഴിഞ്ഞു പോയ ഒരു സംഘം യുവാക്കൾ, അവരെ കുറിച്ച് ചോദിക്കുക. പിന്നെ സലൂഹു അൻ റജുലിൻ തവാഫ്, ഒരു തവാഫായ വ്യക്തി, അതായത് നാടോടിയായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുക. കത് മലക്കൽ അർദ്, അയാൾ ഭൂലോകം മുഴുവൻ ഉടമപ്പെടുത്തിയ മനുഷ്യനാണ്, അയാളെ കുറിച്ച് ചോദിക്കുക. പിന്നെ സലൂഹു അനി റൂഹിനെ കുറിച്ച് ചോദിക്കുക. ഇതിന് 3നും പ്രതികരിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ സത്യപ്രവാചകനാണ്, അതില്ല എങ്കിൽ വ്യാജനാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടാളും മക്കയിൽ വരികയാണ്. മക്കയിൽ വന്നിട്ട് ഇവർ രണ്ടാളും പറയാണ്, ഖുറൈശികളെ, മുഹമ്മദിനും നിങ്ങൾക്കുമിടയിൽ ഫസിൽ, എന്തല്ലോ വേർതിരിവിനുള്ള വിഷയമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഖലാസ്. അപ്പോൾ എന്താ വിഷയം? വിഷയം ഇതാണ്, 3 ചോദ്യങ്ങൾ മുഹമ്മദിനോട് ചോദിക്കുക, അതിൽ ഉത്തരം മുട്ടിയാൽ ഖലാസ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിച്ചത് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്, അതാണ് അൻ ഫിത്യത്തിൻ ഖദ് ദഹബു ഫി അവലി ദഹർ. പിന്നെ രണ്ടാമത്തേത് അൻ റജുലിൻ തവാഫ്, അതാണ് ദുൽഖർനൈൻ. പിന്നെ റൂഹിനെ കുറിച്ച്, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ നാളെ പറയാൻ
എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അള്ളാ പറയാൻ മറന്ന വിഷയം. അതിനാണ് വഹി വൈകിയത്. വഹി വൈകി. അതോടുകൂടി ഇവർ രണ്ടുപേരും അത് ആഘോഷിച്ചു, മക്കൾക്കാരും ആഘോഷിച്ചു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫും പിന്നെ സൂറത്തുൽ ഇസ്രായിൽ വയസ്അലൂനക അനി റൂഹി ഖുലി റൂഹ് മിൻ അംരി റബ്ബി എന്നുള്ള ആയത്തുകൾ പിന്നെ അവതരിപ്പിച്ചു. മനസ്സിലായി. പക്ഷേ ഈ ഒരു 10-15 ദിവസം ഇവർ നന്നായിട്ട് എന്ത് ചെയ്തു, ആഘോഷിച്ചു. ഇവർ കാരണത്താൽ ഖുറൈശികൾ നന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ആഘോഷം നടത്തിയ വിഷയം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇവർ രണ്ടാളും അങ്ങനെയായിരുന്നു. ഇവരുടെ പണിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ എന്ത് ചെയ്യുക, പറഞ്ഞ് തോൽപ്പിക്കുക. ഈ നദർ ബിൻ ഹാരിസും ഇയാളും, പ്രത്യേകിച്ച് നദർ, പേർഷ്യയിൽ പോകും. എന്നിട്ട് അവിടുന്ന് കലീലവദിന്ന കേട്ടിന, ഇബ്നുൽ മുഖഫാൻ്റെ കലീലവദിന്ന അറിയപ്പെട്ട കവിതയാണ്, നല്ല സുന്ദരമായ കഥയാണ് അത്. പിന്നെ ഇബ്നുൽ മുഖഫയിലേക്കാണ് ചേർക്കുന്നത്. പക്ഷേ അത് പണ്ടുള്ളതാണ്. ചില തഫ്സീറുകൾ ഞാൻ വായിച്ച് കലീലവദിന്ന, അതേപോലെ തന്നെ ഈ റുസ്തും, അതേപോലെ തന്നെ കിസ്ര രാജാക്കന്മാർ, അതേപോലെ തന്നെ ഇസ്ഫന്തിയാർ, ഇങ്ങനെ ചില ചരിത്ര പുരുഷന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവരുടെയൊക്കെ കഥകൾ കേട്ടിട്ട് വരിക ഇയാൾ. കഥകൾ കേട്ടിട്ട് വന്നിട്ട്, മുഹമ്മദ് നിങ്ങളോട് പറയുന്നത് ആദ് സമൂദ് ഗോത്രങ്ങളുടെ കഥയാണ്, ഞാനും നിങ്ങളോട് പറയുന്നത് അതേപോലത്തെ കഥകളാണ്. എൻ്റെ അടുത്ത് റുസ്തുമിൻ്റെ കഥകളുണ്ട്, കിസ്ര രാജാക്കന്മാരുടെ കഥകളുണ്ട്, മറ്റു പിന്നെ രാജാക്കന്മാരുടെ കഥകളുണ്ട്, ഞാനത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നിസ്ലാസ്ലം മതങ്ങൾ ഖുർആൻ ഓതിയിട്ട് ആദ് സമൂദ് ഗോത്രത്തിൻ്റെ ഒക്കെ വിഷയം പറഞ്ഞ് പോകുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും, അതിനെ തുടർന്ന് വന്നിട്ട് ഇത് എനിക്കും അറിയാം കഥകൾ എന്ന് പറഞ്ഞിട്ട് നിസ്ലാസ്ലം മതങ്ങളുടെ ആളുകളെ വലിക്കും അല്ലേ. ഇയാൾക്കൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് പിന്നെ ഒരു ജാരിയത്ത്, അവൾ നന്നായി പാടും, നൃത്തം ചവിട്ടും. അപ്പോൾ ആരെങ്കിലും ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ നദർ ബിൻ ഹാരിസ ഈ പെണ്ണിനെ പറഞ്ഞയക്കും അയാളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ അയാളെ കൊണ്ടുവരും പെണ്ണിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറയും അത്ഇമീഹി വസ്ഖീഹി വഗന്നീഹി, നന്നായി തിന്നാൻ കൊടുക്കുക, പിന്നെ കുടിക്കാൻ കൊടുക്കുക, പിന്നെ പാടുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ അയാളെ തിരിച്ചു വിളിക്കുക, ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വിളിക്കുക. ഇതായിരുന്നു ഇയാളുടെ പരിപാടി, ഈ നദർ ബിൻ അൽ ഹാരിസിൻ്റെ പരിപാടി. ഇവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത്, പ്രത്യേകിച്ച് നദർ ബിൻ ഹാരിസിൻ്റെ വിഷയത്തിൽ വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ്, ഏറെക്കുറെ മുഫസ്സിരീങ്ങൾ ഈ ഒരു പിന്നെ വിഷയം അവതരണ പശ്ചാത്തലമായിട്ട് ഇറക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഈ പിന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. നദർ ബിൻ അൽ ഹാരിസ് പ്രത്യേകിച്ച് അയാളായിരുന്നു ഈ പണി ചെയ്തിരുന്നത്. ലഹുൽ ഹദീസ് ഉണ്ടല്ലോ, അത് വാങ്ങി അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ആളുകളെ തെറ്റിക്കുക. അതതിന് പല രീതികൾ അയാൾ സ്വീകരിച്ചിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ ചരിത്രം വായിക്കുമ്പോൾ ഈ നദർ ബിൻ അൽ ഹാരിസും ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്തും അവർ കൊല്ലപ്പെടുന്നത് എങ്ങനെ, ഇവർ കൊല്ലപ്പെടുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൊല്ലപ്പെടുന്നത് ബദർ യുദ്ധത്തെ തുടർന്നാണ്. ബദർ യുദ്ധത്തിൽ ഇവർ അബൂജഹലിൻ്റെ പടയിൽപ്പെട്ടവരാണ്, അബൂജഹലിൻ്റെ കൂടെ വന്നവരാണ്. യുദ്ധബന്ദികൾ 70 പേരെ പിടിച്ചപ്പോൾ ആ 70 പേരെയും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ മദീനയിൽ ബദറിൽ നിന്ന് മദീനത്ത് കൊണ്ടുപോകാണല്ലോ, ബന്ദികളായിട്ട് കൊണ്ടുപോവാണ്. ബന്ദികളായി കൊണ്ടുപോകുമ്പോൾ ഇവരെ എനിക്ക് സഫ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇവരെ വധിക്കുന്നുണ്ട് അല്ലേ. ഇവർ രണ്ടുപേരും കൊല്ലുന്നുണ്ട്. ഒരാൾ അലിയും പിന്നെ ഒരാൾ സുബൈർ ആവാമ തോന്നുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വധിക്കാൻ പറയുന്നുണ്ട്. യുദ്ധബന്ദികളോടൊക്കെ റസൂൽ വളരെ മാന്യമായിട്ട് പെരുമാറാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മാന്യമായി പെരുമാറാൻ പറഞ്ഞപ്പോൾ യുദ്ധബന്ദികളെ വാഹനപ്പുറത്ത് ഇരുത്തിയിട്ട് മുസ്ലിമീങ്ങൾ യോദ്ധാക്കൾ നടക്കുക ചെയ്തത്. കാരക്ക തിന്ന് മുസ്ലിമീങ്ങൾ, ബന്ദികളായി പിടിച്ച മുസ്ലിമീങ്ങൾ, പിന്നെ യോദ്ധാക്കൾ ജേതാക്കൾ, അവർ കാരക്ക തിന്നിട്ട് റൊട്ടിയുള്ളത് ഇവർക്ക് കൊടുക്കുമായിരുന്നതാണ്, അവർക്ക് ബന്ദികൾക്ക്. റസൂലുള്ള ബന്ദികളോട് മാന്യമായി പെരുമാറാൻ പറഞ്ഞു. പക്ഷേ ആ ബന്ദികളുടെ കൂട്ടത്തിൽ നിന്ന് 2 പേരെ വഴിയിൽ വെച്ചിട്ട് കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ നദർ ബിൻ ഹാരിസും കൊല്ലപ്പെട്ടു, ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്തും കൊല്ലപ്പെട്ടു. ബന്ദികളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലാൻ പറഞ്ഞതിൽ 2 പേര് ഇവർ കൊല്ലപ്പെട്ടു ബദറിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ. അതിൽ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത് അയാളുടെ ദ്രോഹം വളരെ കടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, ബിമ തഖ്തുലുനി മിൻ ബൈനി ഹൗലായ്,
70 ബന്ദികളില്ലേ, അവരിൽ നിന്ന് എന്നെ മാത്രം എന്തിനാ കൊല്ലണമെന്ന് ചോദിക്കുന്നുണ്ട്. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് നബ്ി മതം കൊണ്ട് പറയുന്നുണ്ട്, ബിമാ ബസഖ്ത വജിഹി ഫി വജിഹി, നീ എൻ്റെ മുഖത്ത് തുപ്പിയതിനാൽ എന്ന് പറയുന്നുണ്ട് നബ്ി മതങ്ങൾ. ബൈഹഖി ദലായിലുൻ നുബുവയിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ. കാരണം ഈ മനുഷ്യൻ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് പിന്നെ നബ്ി മതങ്ങളിൽ പിന്നെ ഒരു അനുഭാവം വെച്ച് പുലർത്തി. പക്ഷേ ഇയാളുടെ കൂട്ടുകാരൻ പിന്നെ ഷാമിലേക്ക് കച്ചവടത്തിന് പോയതായിരുന്നു. അയാൾ തിരിച്ചു വന്നപ്പോൾ റുഖബ നബ്ി തങ്ങളിൽ വിശ്വസിച്ചു എന്നൊരു വാർത്ത വരുന്നു. അപ്പോൾ കൂട്ടുകാരൻ ചെന്നിട്ട് ഇയാളോട് പറയാണ്, പിന്നെ സബൗത്ത്, നീ പുത്തൻവാദിയായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ആകെ പിന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അയാൾ വിട്ടില്ല. അയാൾ പറഞ്ഞ്, പിന്നെ എനിക്കത് എൻ്റെ പ്രതിഫലനം കാണണം, നീ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദിനെ ഏറ്റവും മോശമായ പരാമർശം നടത്തണം, ആക്ഷേപിക്കണം, മുഖത്ത് പോയിട്ട് തുപ്പണം. അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാ, തുപ്പണം എന്ന് പറയാണ്. അങ്ങനെ അതിൽ ധാർഷ്ട്യം കാണിച്ച ആളാണ് ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ അയാൾ തുപ്പി എന്നുള്ളതാണ്. കാരണം ഞാൻ മുഹമ്മദിൽ വിശ്വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ അനുഭാവം വെച്ച് പുലർത്തിയിട്ടില്ല എന്നുള്ള പ്രൂഫ്, തെളിവാണ് തുപ്പാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പക്ഷേ നബ്ി തങ്ങളുടെ മുഖത്ത് എത്തിയില്ല. പക്ഷേ അയാൾ ആ ധാർഷ്ട്യം കാണിച്ചു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് നബ്ി തങ്ങൾ ഇയാളെ കൊല്ലുമ്പോൾ എന്തിനാണ് ഈ കൂട്ടത്തിൽ വെച്ച് എന്നെ കൊല്ലുന്നു ചോദിച്ചപ്പോൾ നബ്ി തങ്ങൾ പറയുന്നുണ്ട്, ബിമാ ബസഖ്ത ഫി വജിഹി, നീ എൻ്റെ മുഖത്ത് തുപ്പിയതിനാൽ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇവൻ കൊല്ലപ്പെട്ട്, അതേപോലെ തന്നെ നദർ ബിനുൽ ഹാരിസും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ കാരണം ഇതാണ്, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പെരയിൽ കുളിച്ചിട്ട് ഈ പെണ്ണിനെ കൊണ്ട് നന്നായി തിന്നാൻ കൊടുപ്പിക്കും, കുടിക്കാൻ കൊടുപ്പിക്കും, പിന്നെ പാട്ട് പാടി ഡാൻസ് ആടിയിട്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതേപോലെ ഈ പിന്നെ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യും, പ്രത്യേകിച്ച് പേർഷ്യയിലേക്ക്. എന്നിട്ട് അവിടെ നിന്നുള്ള കഥകൾ കേട്ട്, അവർക്ക് പേർഷ്യക്കാർക്ക് ധാരാളം കഥകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ 1001 രാവുകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ 1001 രാവ് കഥകൾ ഇവിടെ അതിൻ്റെ സ്ഥലം മുഴുവൻ ഈ പേർഷ്യയാണ്. അപ്പോൾ ആ കഥകളൊക്കെ കേട്ട് വന്നിട്ട് അതൊക്കെ മക്കക്കാർക്ക് കഥിക്കും. സമൂദിനെ കുറിച്ചാണ് മുഹമ്മദ് പറയുന്നത് നിങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനിതാ നിങ്ങൾക്ക് റുസ്തുമിൻ്റെ കഥകൾ, അതേപോലെ തന്നെ ഇസ്ഫന്തിയാറിൻ്റെ കഥകൾ, അതേപോലെ കിസ്ര രാജാക്കന്മാരുടെ കഥകളൊക്കെ ഞാനും പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുമായിരുന്നു, അദ്ദേഹം ആളുകളെ പിന്നെ തിരിക്കുമായിരുന്നു, വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിൽ നിന്ന് അദ്ദേഹം വലിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇവരുടെ നദർ ബിൻ ഹാരിസിൻ്റെ പ്രത്യേകിച്ച് അയാളുടെ വിഷയത്തിലാണ് ഈ വചനത്തിൻ്റെ അവതീർണത. അത് ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് എന്നതുകൊണ്ട് ഉദ്ദേശം സുപ്രധാനമായിട്ട് ഇവരാണ്. അതിൽ ഈ നദർ ബിൻ ഹാരിസ് വിശിഷ്യ. എന്തിനാണ് ഈ ലഹുൽ ഹദീസ് വാങ്ങിയത്? അത് ലിയുദില്ലാൻ സബീലില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കാൻ വേണ്ടിയാണ്. കണ്ടോ, അതിൻ്റെ ഇതാണ് ചരിത്ര സാക്ഷി നമ്മളിവിടെ കേട്ടത്. നമ്മളൊരു സാധനം എന്തിനാണ് വാങ്ങുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല വമിനന്നാസി മൻ യശ്തരി എന്നാണ്. യശ്തരി എന്ന് പറഞ്ഞാൽ വിലക്ക് വാങ്ങുക എന്നാണ്, അല്ലേ? ഇഷ്തിറ എന്ന് പറഞ്ഞാൽ എന്താ? വിലക്ക് വാങ്ങലാണ്. യശ്തരി എന്ന് പറഞ്ഞാൽ വാങ്ങി. ഒരു സംഗതി നമ്മൾ വാങ്ങലെപ്പോഴാണ്? ആ സാധനം നമുക്ക് സ്വാർത്ഥമായിട്ട് തോന്നുമ്പോഴല്ലേ? നമുക്കത് വേണം, നമുക്കത് ഉപകാരപ്പെടും, നമുക്ക് ഇഷ്ടമാണ് എന്നുള്ള നിൽക്കാനുള്ളത് വാങ്ങാം. നമ്മൾ കാശ് കൊടുക്കും, എന്നിട്ട് സാധനം കൊള്ളും. അപ്പോൾ താല്പര്യപൂർവ്വം കൊടുത്തു കൊള്ളുകയാണ് ഇവിടെ ചെയ്യുന്നത്. മൈ യശ്തരി. പക്ഷെ കൊടുത്തു കൊള്ളുന്നത് എന്താ? ലഹുവൽ ഹദീസാണ്. ലഹുവൽ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധമാക്കുന്ന, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ നാളെയുടെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളാണ് ലഹുൽ ഹദീസ്. അത് എന്ത് എന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറഞ്ഞത് കുല്ലുമായുൽഹിൽ ഖൽബ്, ഹൃദയത്തെ അശ്രദ്ധമാക്കുന്നതെല്ലാം എന്നാണ്. അശ്രദ്ധമാക്കുന്നതെല്ലാം ലിയുദില്ലാൻ സബീലാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് പഴപ്പിക്കുവാൻ വേണ്ടി. അതിനാണ് ലഹുൽ ഹദീസ് വാങ്ങുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കാൻ ഉള്ളതെല്ലാം ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് പിന്നെ ചിലർ പറഞ്ഞ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കുന്നത് എന്തൊക്കെ, അത് ഈ പിന്നെ വിനോദ വാർത്തകളാകുന്നു, അതിൽ പിന്നെ സംഗീതാലാപനം കേട്ടോ, സംഗീതാലാപനം അതിൽ പ്രധാനമാണ്. അൽഗിന എന്ന് പറയും, അൽഗിന അല്ലേ? സംഗീതമയമായ പാട്ട്.
അപ്പോൾ അതിൽ സംഗീതം പെട്ടു, സംഗീതമയമായ പാട്ടൊക്കെ പെട്ടു. പാട്ട് പാട്ട് സ്വയമേവ പാട്ട് തെറ്റല്ല, സംഗീതമല്ലെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവിത ആലപിച്ചിട്ടുണ്ട്, കവിത ആലാപനം നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തക്ക് കിടന്ന് കുഴിക്കുന്ന സമയത്ത് പിന്നെ പാടിയില്ലേ, തല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന ഇന്നൽ ഉലാ ഖദ് ബഗൗ അലൈന വ ഇൻ അറാദു ഫിത്നതൻ അബൈന എന്നൊക്കെ പാടില്ലേ. സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റി പാടി. അങ്ങനെ ആ പാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ശബ്ദം നീട്ടി ഒച്ച ഉയർത്തിയിട്ട് അബൈന അബൈന ഇങ്ങനെ പാടിയത് വന്നിട്ടുണ്ട്. അതേപോലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു യാത്രയിൽ അഞ്ചശ എന്ന് പറയുന്ന വ്യക്തി പാടി. അപ്പോൾ റസൂൽ റിഫ്ഖൻ ബിൽ ഖവാരീർ എന്ന് പറഞ്ഞ്, അതായത് നല്ല ഈണത്തിൽ പാടുമായിരുന്നു അദ്ദേഹം എന്നാണ് യാത്രയിൽ. അപ്പോൾ ആ പാട്ട് കേട്ടിട്ട് ഒട്ടകങ്ങൾ വരെ പിന്നെ എന്ത് ചെയ്യാണ്, പിന്നെ ഒട്ടകങ്ങൾ വരെ അതിൽ സ്വാധീനിക്കപ്പെട്ടു എന്നാണ്. അത് ഇവരുടെ ചലനത്തിൽ, ഒട്ടകങ്ങളുടെ നടത്തത്തിൽ അങ്ങനെ പാടി എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടകങ്ങൾ വരെ ഇയാൾ പാടുന്നതിൽ, അത് തൊള്ളപ്പാട്ടാണ്, പാടുന്നതിൽ സ്വാധീനിക്കപ്പെട്ട റസൂലുള്ള പറയുന്നുണ്ട്, യാ അഞ്ചശ റിഫ്ഖൻ ബിൽ ഖവാരീർ എന്ന് പറയുന്നുണ്ട്. കൂടെ സ്ത്രീകളുണ്ട്. അപ്പോൾ സ്ത്രീകൾ പിന്നെ വശീകരിക്കപ്പെടുന്നതിൽ നിസ്രാശ്രമാതങ്ങൾ പറയുന്നുണ്ട്, പിന്നെ അവരുടെ മനസ്സ് പ്രയാസപ്പെടുന്നതിൽ നിസ്രാശ്രമാതങ്ങൾ പറയുന്നുണ്ട് പിന്നെ റിഫ്ഖൻ ബിൽ ഖവാരീർ എന്ന്. ഓവർ ട്യൂണിൽ അദ്ദേഹം പാടിയപ്പോൾ ഇങ്ങനെ കുറേ വിഷയമുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശം ഒരാൾ തൊള്ളുകൊണ്ട് പാടുന്ന വിഷയമല്ല, പിന്നെയോ ഇവിടെ സംഗീതമയമായ സംഗീതത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള പാട്ടുകളാണ്. പിന്നെ ചിലർ പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗിന ഈ പാട്ടിൻ്റെ മാത്രം വിഷയമല്ല, പിന്നെയോ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കുന്നത് എന്തുണ്ടോ, ഹൃദയത്തെ വ്യാപൃതമാക്കുന്ന എന്തുണ്ടോ എല്ലാം പെട്ടു. കുല്ലുമായുൽഹി എല്ലാം പെട്ടു എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെയാണ് എങ്കിൽ ഈ പിന്നെ ചിലർ പറഞ്ഞ് ഇതിൽ രാക്കഥകൾ, രാക്കഥകളുണ്ടല്ലോ, ചിലർ അറബികൾ പണ്ടേ കാലം മുതൽ എന്ത് ചെയ്യും, രാക്കഥയിലിരിക്കും, രാക്കഥ പറഞ്ഞ് ഇരിക്കും ഏറെ സമയം. അതേപോലെ തന്നെ ഈ പിന്നെ അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഈ കോമഡികൾ, അതേപോലെ തന്നെ നോവലുകൾ, ഈ സാഹിത്യങ്ങൾ പലതും, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഇതുണ്ടല്ലോ, സിനിമകളാകട്ടെ, നൃത്യങ്ങളാകട്ടെ, കഥാനടനങ്ങൾ പലതും, അതിൻ്റെ ഇതിവൃത്തമൊക്കെ പിന്നെ രതിയും അതേപോലെ തന്നെ കാമവും ഒക്കെ ആകുമ്പോൾ വിശേഷിയ പിന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ അതിൽ ഇതിലുണ്ട്. ഇതൊക്കെ എന്താണ്, ലഹുൽ ഹദീസിൽപ്പെട്ടതാണ്, അതിൽ ഇഷ്കാലൊന്നുമില്ല. കാരണം എന്താ, അത് അള്ളാഹുവിൽ നിന്ന്, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യ മനസ്സിനെ വ്യാപൃതമാക്കുന്ന പിന്നെ ലഹുൽ ഹദീസാണ്, വിനോദ വാർത്തകളാണ്, അതിൽ ഇതില്ല. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയം, ഏത് വിഷയം, ഇതാണ് ഗിന, ഇത് സംഗീതം, അതേപോലെ തന്നെ സംഗീതമയമായ പാട്ടുകൾ. അത് സഹാബികളിൽ പലരും അതൊന്നെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇന്നഹുൽ ഗിനാഉ, അള്ളാഹുവാണ് സത്യം. ഈ ലഹുൽ ഹദീസ് കൊണ്ട് ഉദ്ദേശം അൽ ഗിന ആണ്. ഗിന എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ സാന്നിധ്യമുള്ള പാട്ട്, സംഗീതമയമായ പാട്ടുകളാണ് എന്നുള്ളത് അദ്ദേഹം 3 തവണ അള്ളാഹുവിൽ ആണയിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞിട്ട് ഹുവൽ ഗിന എന്ന് പറഞ്ഞിട്ടുണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസിൽ നിന്നും അതേപോലെ നിവേദനം വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്നും അൽ ഗിനാഉ വമാ അഷ്ബഹഹു, സംഗീതമയമായ പാട്ടും അതുപോലത്തതുമാണ് ഇവിടെ എന്നാണ് ഒരു പ്രയോഗം, അദ്ദേഹത്തിൻ്റെ പ്രയോഗം. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അങ്ങനെ വന്നിട്ട് 3 സഹാബികൾ ഇത് സംഗീതത്തിൻ്റെ അകമ്പടിയുള്ള പാട്ടുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിലക്ക് വാങ്ങുന്നത്. അത് താബഈങ്ങളിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യൻ ഇമാം മുജാഹിദ്, അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മൗല ഇക്രിമ മൗല ഇബ്നു അബ്ബാസ്, അതേപോലെ സയ്യിദു താബിഈൻ, താബിഈങ്ങൾ സയ്യിദായ സഈദ് ഇബ്നുൽ ജുബൈർ,
അതേപോലെ തന്നെ താബീങ്ങൾ സയ്യിദായ അൽ ഹസനുൽ ബസരി, വേറെയും പിന്നെ പണ്ഡിതന്മാർ താബീങ്ങളിൽ നിന്ന് ഇതാണ് സംഗതി. ഇവിടെ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അൽ ഗിന എന്നാണ്. ഗിന ആണ് എന്നുള്ളതാണ്, സംഗീതത്തിൻ്റെ അകമ്പടിയുള്ള പാട്ടുകളാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്നെ സംഗീതവും സംഗീതമയമായ പാട്ടുകളും പിന്നെ സംഗീതോപകരണങ്ങൾ അതിനെ തുടർന്ന് അല്ലേ, സംഗീതോപകരണങ്ങളും അത് എൻ്റെ മതപരമായ ഹുക്കുമ് വിധി എന്ത്, അതിൻ്റെ മതപരമായ വിധി അത് നിഷിദ്ധം എന്നതിന് പിന്നെ തെളിവ് ഉദ്ധരിച്ചത് പണ്ഡിതന്മാർ ഈ ആയത്താണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏറ്റവും വലിയ പ്രൂഫ് അതിന് ഉദ്ധരിച്ചത് ഈ ആയത്താണ്. വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ, ഈ ആയത്താണ്. എന്നിട്ട് അവർ ഇബ്നു മസ്ഊദിനെ ഉദ്ധരിക്കും, ഇബ്നു അബ്ബാസിനെ ഉദ്ധരിക്കും, ജാബിർ റളിയല്ലാഹുവിനെ ഉദ്ധരിക്കും. കാരണം അവരാണിത് പിന്നെ ഈ സംഗീതമയമായ പാട്ടാണ് എന്നത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ വേറെയും ആയത്തുകൾ ആ വിഷയത്തിൽ. ഇപ്പോൾ സൂറത്തു ഇസ്രായേൽ വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക വറജലിക് എന്നുള്ള ആയത്ത് സൂറത്തുൽ ഇസ്രായേൽ നിന്നുള്ള, അതേപോലെ തന്നെ വഅൻതും സാമിദൂൻ എന്നുള്ള സൂറത്തു നജ്മിലായത്തും, ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ വേറെയും ഇതിന് ഉപോത്ബലകമായിട്ട് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇതിൽ പിന്നെ ഒന്നാമതായി ഉദ്ധരിക്കുന്ന ആയത്ത് എന്താണ്? സംഗീതം നിഷിദ്ധം, സംഗീതോപകരണങ്ങൾ നിഷിദ്ധം എന്നതിന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഇതാണ്. പിന്നെ ഹദീസ് വിഷയത്തിൽ വേറെയുണ്ട്, ഹദീസുകൾ വേറെയുണ്ട്. ഇപ്പോൾ അതിൽപ്പെട്ടതാണ് പിന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിവേദനം, ലയകൂനന്ന ഫി ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, എൻ്റെ ഉമ്മത്തികളിൽ ഒരു വിഭാഗം വരാനിരിക്കുന്നു, അവർ യസ്തഹില്ലൂൻ അനുവദനീയമായി കാണുന്നതാണ്. അനുവദനീയമായി കാണണമെങ്കിൽ സംഗതി എന്താണ്? ഹറാം എന്നാകണം. എന്തിനു അനുവദനീയമായി കാണും? അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. ഹിറ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം, വൽ ഹരീർ എന്ന് പറഞ്ഞാൽ പട്ട് പുരുഷന്മാർക്ക് നിഷിദ്ധമല്ലേ, അതിന് അനുവദനമായി കാണും. പിന്നെ വൽ ഖംർ മദ്യം, പിന്നെ വൽ മആസിഫ്. അൽ മആസിഫ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അത് സംഗീതോപകരണമാണ്. അൽ മആസിഫ് ഇതാണ് പ്രയോഗം, ഹദീസിൻ്റെ പ്രയോഗം അതാണ്. അൽ മആസിഫ് സംഗീതോപകരണങ്ങൾ അനുവദനീയമായി കാണുന്നവർ വരുന്നതാണ്. അപ്പോൾ പിന്നെ ഈ ഇമാം ബുഖാരിയുടെ ഹദീസ്, അത് ഇമാം ബുഖാരിയുടേത് മുഅല്ലഖായ നിവേദനമാണ്. കാരണം ഇമാം ബുഖാരി ഇത് കാല ഹിഷാം ഇബ്നു അമ്മാർ അൻ സദഖത എന്ന് പറഞ്ഞാണ് ഇത് ഉദ്ധരിക്കുന്നത്. ഹിഷാം ഇബ്നു അമ്മാർ പറഞ്ഞു എന്നാണ്. ഹിഷാം ഇബ്നു അമ്മാർ ഇമാം ബുഖാരിൻ്റെ ഉസ്താദാണ്. പക്ഷേ പിന്നെ ഹിഷാം ഇബ്നു അമ്മാർ ഇമാം ബുഖാരിയുമായി നേരിട്ട് സന്ധിച്ചിട്ടുണ്ടോ, നേരിട്ട് ഹിഷാം ഇബ്നു അമ്മാർ ഇത് ഇമാം ബുഖാരിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചർച്ച പ്രകാരം ഇത് ഒരു സനദ് കണ്ണി ചേർന്ന നിവേദനമല്ല, കണ്ണിയറ്റ് മുഅല്ലഖ് എന്ന നിവേദനം എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു ഇതിന് നിരൂപിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി അത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരു വലിയ മസലയാണ്. പക്ഷേ പിന്നെ സംഭവം കണ്ണി ചേർന്ന രീതിയിൽ ഹദീസ് വേറെ വന്നിട്ടുണ്ട്, വേറെ സനദുകളിൽ വന്നിട്ടുണ്ട്. ഹദീസ് തെളിവിന് യോഗ്യമാണെന്നതിൽ ഇഷ്കാലമൊന്നുമില്ല. പക്ഷേ ഇതിനെ സംഗീതമയമായ പാട്ടുകളെ, സംഗീതത്തെ അനുവദിച്ച ചില പണ്ഡിതന്മാരുണ്ട്, അനുവദനീയമായി കണ്ട പണ്ഡിതന്മാരുണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ രീതിയിൽ ഈ ബുഖാരിയുടെ ഹദീസിനെ നിരൂപിച്ചിട്ടുണ്ട്. ഹദീസുകൾ സംഗീതം നിഷിദ്ധമാണ് എന്നതും അതേപോലെ പിന്നെ അത് അനനുവദനീയം എന്നതിനും വേറെയുണ്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ലയകൂനന്ന ഫി ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ. ഈ ഉമ്മത്തിൽ ചരൽ വർഷം, കല്ലിൻ്റെ മഴ വരും. അതേപോലെ തന്നെ ആളുകൾ രൂപമാറ്റം വരുത്തപ്പെടും. അതേപോലെ തന്നെ ഭൂമി പിളർന്ന് ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തപ്പെടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ലാ. അതൊക്കെ ശിക്ഷയാണ്. അത് വരും എന്ന് പറയുമ്പോൾ ചോദിക്കേണ്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മത്താദാക യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ എന്നായിരിക്കും അത്? അപ്പോൾ ഇതാ
ഷെരിബുൽ ഹുമൂർ വത്തഖദുൽ ഖൈനാത്ത്, വദഹറത്തിൽ മആസിഫ്, മദ്യപാനികളാവുക, അതേപോലെ തന്നെ നർത്തകിമാരെ സ്വീകരിക്കുക, ഖൈനാത്ത്, അതേപോലെ സംഗീത ഉപകരണങ്ങൾ സാർവത്രികമാവുക, അന്ന് ഈ ശിക്ഷ വരുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇദാ ബഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫു വസ്തുഹില്ലത്തിൽ ഖുമൂർ, ചില നിവേദനങ്ങൾ അങ്ങനെ കാണാം. ഇദാ ബഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫ്, ഈ നർത്തകിമാർ, ഗായകിമാർ, അതേപോലെ ഈ സംഗീതോപകരണങ്ങൾ അത് വ്യാപകമാവുക, പിന്നെ വസ്തുഹില്ലത്തിൽ ഖുമൂർ, മദ്യം അനുവദനീയമായി കാണുക. ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ ശിക്ഷകൾ വരുമെന്ന രീതിയിൽ ഹദീസ് കാണാം. പിന്നെ അതേപോലെ പറയും സൗത്താനി മൽഊനാൻ, രണ്ട് ശബ്ദങ്ങൾ, അത് ശപിക്കപ്പെട്ട ശബ്ദങ്ങളാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് മിസ്മാറുൻ ഇന്ദ നിഅമത്തിൻ വറന്നത്തുൻ ഇന്ദ മുസീബ എന്നാണ്. മുസീബത്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ ഒരു ശോക പിന്നെ ഗീതം, സംഗീതത്തിൻ്റെ ഒരു ഇതാണ്. ഈ ദുഃഖകരമായ അവസ്ഥ വരുമ്പോൾ അത് അറിയിക്കാനുള്ള ഗീതം. അതേപോലെ തന്നെ മിസ്മാറുൻ ഇന്ദ നിഅമ, വല്ല അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിലുള്ള ഈ കുഴലൂത്ത്, മിസ്മാർ പുല്ലാങ്കുഴലോ നീ കുഴലൂത്ത്, ഇത് രണ്ടും ശപിക്കപ്പെട്ട ശബ്ദമാണെന്നൊക്കെ അറിയുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഏതായാലും പിന്നെ ഈ സംഗീതം പാടില്ല എന്നതിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ തെളിവ്, ഏറ്റവും വലിയ തെളിവായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഹദീസാണ് നമ്മുടെ ഈ ഹദീസ്. അതിലവർ പറഞ്ഞത്, ഇവിടെ പറഞ്ഞ ഈ ലഹുവൽ ഹദീസ് അതെന്താണ്? അൽ ഗിന, അത് സംഗീതം പൊഴിച്ചുകൊണ്ടുള്ള പാട്ടാണ്, സംഗീതമയമായ ആലാപനങ്ങളാണ് എന്നാണ് അവർ പറഞ്ഞത്. അത് ചില്ലറക്കാരല്ല, പ്രമുഖരായ പണ്ഡിതന്മാരാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ചിലർ ഉണ്ടല്ലോ പിന്നെ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ, ഈ ആയത്തിൻ്റെ വിഷയത്തിൽ അവർ പറയുന്നുണ്ട് ഈ ആയത്തൊന്ന് മക്കീയത്താണ്, മക്കയിൽ അവതീർണമാണ്. മക്ക കാലഘട്ടത്തിൽ വിധിവിലക്കുകൾ എന്തില്ല, പിന്നെ വന്നിട്ടില്ല, തീരെ വന്നിട്ടില്ല എന്നല്ല, പിന്നെ ഇത്തരം വിഷയങ്ങൾ വന്നിട്ടില്ല എന്നവർ പറയുന്നു. പിന്നെ നദർ ബിൻ അൽ ഹാരിസിൻ്റെ വിഷയത്തിലാണ് ഈ ഹദീസ്. ഞാൻ പറഞ്ഞില്ലേ, നദർ ബിൻ അൽ ഹാരിസ് അയാൾ എന്താണ് പിന്നെ പല കഥകളും പോയി കേൾക്കും, അതേപോലെ തന്നെ പിന്നെ പല ചരിത്രങ്ങളും കേൾക്കും. എന്നിട്ട് അതൊക്കെ വന്നിട്ട് മക്കയിൽ പറഞ്ഞ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലഹുൽ ഹദീസ് നേരിട്ട് സംഗീതമല്ല, സംഗീതത്തിൻ്റെ വിഷയത്തിലല്ല എന്ന് ആ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല. ഈ നദർ ബിൻ ഹാരിസ് കഥകൾ മാത്രം കേൾക്കുന്ന വിഷയമല്ല. നദർ ബിൻ ഹാരിസ് പെണ്ണിനെ കൂട്ടിപ്പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് പാടാനും കളിക്കാനും വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആളുകളെ തെറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹദീസിന്, ഈ ആയത്തിന് ആധികാരികമായി വ്യാഖ്യാനിച്ച, അതിന് വ്യാഖ്യാനം നൽകാൻ യോഗ്യരായ ആളുകളാരാ? സഹാബികളല്ലേ. ഇതിൻ്റെ അവതീർണതയ്ക്ക് സാക്ഷിയായിട്ട് പിൽക്കാലത്ത് ജീവിച്ച ആളുകൾ. ഇബ്നു മസ്ഊദ് ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. അതിൽ ഇബ്നു അബ്ബാസാണ് പിന്നെ അന്ന് പിന്നെ ഇസ്ലാമിൽ ജനിച്ചു, പിന്നെ വളർന്ന് പിന്നെ വലുതായത്. പക്ഷെ അദ്ദേഹം ആധികാരിക മുഫസ്സിറല്ലേ. അദ്ദേഹം, അതേപോലെ ജാബിർ, ഇവരൊക്കെ ഇതിൻ്റെ തഫ്സീറായി പറഞ്ഞത് എന്താണ്? ഇത് അൽ ഗിന എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു പിന്നെ ആയത്ത് സംഗീതം, അതേപോലെ തന്നെ സംഗീതമയമായ പാട്ടുകൾ നിഷിദ്ധമാണ് എന്നുള്ളതിന് രേഖ തന്നെയാണ്. ഇസ്ലാമിൽ പ്രമുഖരായ പണ്ഡിതന്മാർ, സഹാബികൾ മുതൽ ഇങ്ങോട്ട് ഈ ഹദീസിനെ ഈ വിഷയത്തിൽ തെളിവായിട്ട് കൊണ്ടുണ്ട്. അത് സംഗീതമയമായ പാട്ടിൽ മാത്രം പരിമിതമല്ല, പിന്നെയോ അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന എല്ലാ ഇതും അവിടെ ഉദ്ദേശം തന്നെയാണ്. അള്ളാൻ്റെ മാർഗത്തിൽ തെറ്റിക്കും വിധം അല്ലേ. അതിൽ സംഗീതം ഖംറ് രണ്ടുണ്ട്. എന്താ ഖംറ്? ഒന്ന് ഖംറുൽ ഉഖൂൽ. ഖംറുൽ ഉഖൂൽ എന്താ? ഉഖൂൽ ബുദ്ധി കേൾക്കുന്ന ലഹരി. പിന്നെ ഖംറുൽ ജുസൂം, എന്താ? നമ്മൾ ശരീരത്തിലേക്ക് കുടിച്ചിറക്കുന്ന ഖംറ്, മദ്യം അല്ലേ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറയാണ്, ഖംറുൽ ഉഖൂലി അദറു മിൻ ഖംറിൽ ജുസൂം കദാ യഖൂലുൽ ആലിമുർ റബ്ബാനി എന്നാണ്. ഖംറുൽ ഉഖൂൽ, ഈ തലച്ചോറിന് ഏൽക്കുന്ന ലഹരി, അത് ഖംറുൽ ജുസൂം, വയറിൽ പിന്നെ ഏൽക്കുന്ന ലഹരിയേക്കാൾ അപകടകാരിയാണെന്ന്. ഇതാണ് ഏറ്റവും അപകടകാരി.
ഖംറുൽ ഉഖൂൽ അതാര അതിതാണ്. തലച്ചോറിനേൽക്കുന്ന ലഹരിയാണ് കുടിച്ചിറക്കുന്ന മദ്യത്തേക്കാൾ അപകടകാരി എന്ന് പറയുന്നത്. ഖംറുൽ ഉഖൂൽ. ഹുബ്ബുൽ കിതാബ് വ ഹുബ്ബു അൽഹാനിൽ ഗിന. ഹുബ്ബ് ഉണ്ടല്ലോ, ഹുബ്ബ് എന്താ? സ്നേഹം. സ്നേഹം അത് കിതാബിനോടുണ്ട്. കിതാബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അല്ലേ. ഹുബ്ബുൽ കിതാബ് വ ഹുബ്ബു അൽഹാനിൽ ഗിന. പാട്ടിൻ്റെ ഈണം, അതാണ് അൽഹാൻ. സംഗീതമായ പാട്ടിൻ്റെ ആ സ്വരമാധുര്യം, ആ ഈണം, ഇതിനോടുള്ള സ്നേഹവും കിതാബിനോടുള്ള സ്നേഹവും. ഹുബ്ബുൽ കിതാബി വ ഹുബ്ബു അൽഹാനിൽ ഗിന ഫീ ഖൽബി അബ്ദിൻ ലൈസ യജ്തമിയാനി. ഒരു മനുഷ്യൻ്റെ കൽബിൽ രണ്ടും ഒന്നിക്കൂല. ഒന്നുകിൽ കിതാബിനോടുള്ള ഹുബ്ബ് അല്ലെങ്കിൽ അൽഹാനുൽ ഗിന, ഈ പാട്ടിനോടുള്ള ഹുബ്ബ്. ഇത് രണ്ടും കൂടി ഒരാളുടെ ഹൃദയത്തിൽ ഒന്നിക്കുക എന്നുള്ളതില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖംറുൽ ഉഖൂൽ അദറു മിൻ ഖംറിൽ ജുസൂം കദാ യഖൂലുൽ ആലിമുർ റബ്ബാനി. പിന്നെ തലച്ചോറിനേൽക്കുന്ന ലഹരി അത് ശരീരത്തിൽ സ്വാധീനിക്കുന്ന ലഹരിയേക്കാൾ അപകടകാരിയാണെന്ന്. ശരിയാണത്. ശരിയാണ്. നമ്മൾ പിന്നെ ഈ സംഗീതം കേട്ട് അതിൽ സ്വാധീനിക്കപ്പെട്ട് അതിൻ്റെ അടിമകളായിട്ടുള്ള ആളുകൾക്ക് നോക്കി, വിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ അത് ചെലുത്തൂല, സ്വാധീനിക്കൂല. കുടം കൗത്തി വെള്ളം പറഞ്ഞ മാതിരി അറിയില്ലേ നാടന്മാർ, അതേപോലെ ഒരവസ്ഥയായിരിക്കും. മനപ്പാടാക്കാൻ പ്രയാസം, അതേപോലെ തന്നെ ഓതാൻ പ്രയാസം, വിഷയങ്ങൾ കേട്ടാൽ തന്നെ ഭാരം. കാരണം ഈ സംഗീതം ഇത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്താ ഈ സംഗീതത്തിൻ്റെ അവസ്ഥ? ആകെ ഇടിച്ച് പൊളിച്ച് ബഹളമയമായി ആകെ മനുഷ്യന് തരിച്ചു പോണ രീതിയിലുള്ളതായ സംഗീതം പരിപാടികളാണ്. പിന്നെ എന്താ DJ മറ്റേത് മറിച്ചൊക്കെ അല്ലേ. അതൊന്നാലോചിച്ച് എന്താണ് അതിൻ്റെ ഒക്കെ ഒരു ഇത്. അതിൽ നിന്ന് മുക്തമായിട്ട് നമ്മളൊന്ന് ജീവിച്ച് നോക്കിയേ. ഈ സംഗീതത്തിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരു ജീവിതം നമ്മളുടെ തലച്ചോറിനും തലക്കൊക്കെ ഒരു വിശ്രമം കൊടുത്തിട്ട് നമ്മൾ കേൾക്കുന്നത് ശരിക്ക് നമുക്ക് മനസ്സിൽ പതിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതേസമയം സംഗീതം വളരെ അപകടകാരിയാണ്. അത് പല പല വിധത്തിലുള്ള അപകടങ്ങളാണ്. പഠിച്ചത് വരെ എളുപ്പം എത്ര പെട്ടെന്ന് മറക്കും. ചില പണ്ഡിതന്മാർ ഈ സംഗീതം പാടില്ല എന്ന വിഷയത്തിൽ, നിഷിദ്ധമെന്ന വിഷയത്തിൽ വളരെ ഗൗരവ നിലപാടുകാരാണ്. ചില പണ്ഡിതന്മാർ ഇത് അനുവദിച്ചു, സംഗീതം പിന്നെ നിഷിദ്ധമല്ലെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആളുകളും പറയാറുള്ളത്. പക്ഷെ പ്രാമാണികരായ നമ്മൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്രമാണങ്ങളിലേക്കാണ് മടങ്ങേണ്ടത്. നസ്രുൽ എന്നൊരു കാര്യം പിന്നെ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് എങ്കിൽ, സഹാബികൾ പിന്നെ ഒരു അഭിപ്രായ പ്രകടനം ഒരു വിഷയത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് എന്ത് ചെയ്ത് മുഖവിലേക്ക് എടുക്കേണ്ടത്. പിന്നെ ഈ ഷാഫി മദ്ഹബിൽ തന്നെ പ്രസിദ്ധരായ പണ്ഡിതന്മാർ ഉണ്ട്. ഷാഫി മദ്ഹബിൽ ഇബ്നു ഹജറുൽ ഹൈതമി ഷാഫിയാക്കളുടെ മുഫ്തിയാണ്. ഇബ്നു ഹജറുൽ ഹൈതമിക്ക് സംഗീതം പാടില്ല എന്ന വിഷയത്തിൽ കിതാബ് വരെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അസ്സവാജിർ എന്ന് പറയുന്ന കിതാബുണ്ട്. അതിൽ അദ്ദേഹം സംഗീതം നിഷിദ്ധമാണെന്നുള്ളത് പല വകുപ്പുകൾ വെച്ചിട്ട് തെളിയിച്ചിട്ടുണ്ട്, സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതത്തിൻ്റെ വിഷയത്തിൽ അത് പിന്നെ ഇബ്നു ഹജറിൻ്റെ ഹൈതമിയുടെ ഫത്വ വിശ്രുതാണ്. അതേപോലെ തന്നെ ഈ അബു തയ്യിബ് അൽ മുഹിബ് തബരി ഷാഫി മദ്ഹബിലെ ഒരു ആധികാരിക പണ്ഡിതനാണ്. അദ്ദേഹം പിന്നെ സംഗീതം പാടില്ലെന്നതിൽ ഇജ്മാ ഉദ്ധരിച്ച പണ്ഡിതനാണ്, ഷാഫി പണ്ഡിതനാണ്. ഷാഫി മദ്ഹബിൽ തന്നെ കുറേ പണ്ഡിതൻ, ഇബ്നു സലാഹ് അതിൽ ഇജ്മാ ഉദ്ധരിച്ച പണ്ഡിതനാണ്. അങ്ങനെ ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാരെ ഉദ്ധരിച്ചത് എന്താ വെച്ചാൽ, ഇന്ന് ഷാഫി മദ്ഹബുകാർക്ക് സംഗീതം നേർച്ചപ്പൂരങ്ങളും മറ്റു പരിപാടികളൊക്കെ കൊഴിപ്പിക്കാൻ ഈ സംഗീതത്തിൻ്റെ പിന്നെ സാന്നിധ്യം ഏറെ ഉപയോഗപ്പെടുത്തുന്നവരാണ് ഷാഫിയാക്കൾ പലരും. പക്ഷേ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് വളരെ കാർക്കശ്യം പുലർത്തിയൊരു മസലയാണത്. ഹനഫി മദ്ഹബിലൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, മുഹമ്മദ് ഇബ്നു മുഹമ്മദ് അൽ ബസ്സാസി അൽ കുർദി അൽ ഹനഫി.
അദ്ദേഹം സംഗീതത്തെ അനുവദനീയമാക്കുന്നവൻ കാഫിറാണ് എന്ന് ഹുക്മ് പറഞ്ഞ ഫത്വ പറഞ്ഞ പണ്ഡിതനാണ്. നിഷിദ്ധമാണ് സംഗീതം. അത് പണ്ഡിതന്മാർ ഇജ്മാ ഉദ്ധരിച്ച് സ്ഥിരീകരിച്ചതാണ്. ആരെങ്കിലും ഇതിനെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തെന്ന് ഫത്വ പറഞ്ഞ അനഫി ഫക്കിയാണ് അൽ ബസാസി. ചിലർ ഈ മാലിക്കി മദ്ഹബിൽ പെട്ട ചില പണ്ഡിതന്മാരാണ്, മാലിക്കി മദ്ഹബിലേക്ക് ചേർക്കുന്ന ചില പണ്ഡിതന്മാരാണ് ഈ സംഗീതത്തിൻ്റെ വിഷയത്തിൽ അല്പം ഒരു അനുവദനീയമെന്ന നിലക്കുള്ള നിലപാട് പറഞ്ഞിട്ടുള്ളത്. ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നുൽ അറബി, അദ്ദേഹം എല്ലാ സംഗീത ഉപകരണങ്ങളെയും അനുവദിച്ച ആളല്ല, പക്ഷെ ചില സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായക്കാരനാണ് ഇബ്നുൽ അറബി. പിന്നെ ഇബ്നു ഹസം അബ്ബാഹിരി, അദ്ദേഹം മാലിക്കി മദ്ഹബാരനല്ല, പക്ഷേ അദ്ദേഹം ബാഹിരി മദ്ഹബിൻ്റെ പണ്ഡിതനാണ്, പ്രമുഖ പണ്ഡിതൻ ഇബ്നു ഹസം അബ്ബാഹിരി. ഇബ്നു ഹസം നേതാവാണ്, പണ്ഡിതനാണെന്നുള്ളതിൽ ആർക്കും ഇഷ്കാലില്ല. പക്ഷേ ഇബ്നു ഹസം ഈ സംഗീതത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം ഇത് അനുവദനീയമാണ് എന്ന നിലപാടുകാരനാണ്. ഇബ്നു ഹസം എവിടെയാണ്? ഇബ്നു ഹസം സ്പെയിനിലാണ്. മാലിക്കി മദ്ഹബൊക്കെ പ്രസിദ്ധമായത് എവിടെയാണ്? നിലനിന്നതും സ്പെയിനിലും അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണല്ലോ. മാലിക്കി മദ്ഹബിൽ ഭയങ്കര പ്രമുഖരായ ചില പണ്ഡിതന്മാരുണ്ട്. അവരിൽ പെട്ടതാണ് ഇപ്പോൾ ഒരു അൽ അംഫാസി എന്ന് പറയും, യൂസുഫ് ബിൻ ഉമർ അൽ അംഫാസി. പിന്നെ അതേപോലെ അബു അബ്ദുള്ള അസാഖിലി, ഇത് എഴുതുന്നത് ഞാൻ പറയാം അതിനെക്കുറിച്ച്. അതേപോലെ തന്നെ അബുൽ ബറക്കാത്ത് ദർദീർ, വലിയ പണ്ഡിതന്മാരാണ്. അതേപോലെ തന്നെ ഒരു കന്നൂൻ എന്ന് പറഞ്ഞാൽ ഇബ്നുൽ മദനി കന്നൂൻ എന്ന് പറയും, വലിയ മാലിക്കി മദ്ഹബിലെ വിശ്രുതരായ പണ്ഡിതനാണ്. ഇവർക്കൊക്കെ ഒപ്പം അൽ ഖുർത്തുബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാം അൽ ഖുർത്തുബി, തഫ്സീറിൻ്റെ ഓതറായ അൽ ഖുർത്തുബി, ഇവരൊക്കെ സംഗീതം പാടില്ല, നിഷിദ്ധമാണെന്നതിൽ ഗ്രന്ഥരചന നടത്തിയ പണ്ഡിതന്മാരാണ്. പക്ഷേ ഈ പണ്ഡിതന്മാരൊന്നും കാണാതെയാണ് ചിലർ എന്ത് ചെയ്യുന്നത്, ഇബ്നുൽ അറബി മാലിക്കി മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തെ ഈ വിഷയത്തിൽ തെളിവ് ഉദ്ധരിക്കുക, സംഗീതം അനുവദനീയമാണ് എന്ന വിഷയത്തിൽ. അതേപോലെ തന്നെ ഷാഫി മദ്ഹബിൽ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് ഇബ്നുൽ ഖൈസുറാനി എന്നാണ് പറയുക. ഇബ്നുൽ ഖൈസുറാനി ഈ ഇബ്നുൽ ഖൈസുറാനി, ഇദ്ദേഹം അബുൽ ഫضൽ ഇബ്നുൽ ഖൈസുറാനി എന്ന് പറയും. ഇദ്ദേഹമാണ് ഷാഫി മദ്ഹബിൽ സംഗീതത്തെ അനുവദിച്ച, ഇബ്നു ഹസമിനെ പോലെ അനുവദിച്ച ഒരു പണ്ഡിതൻ. പക്ഷേ ഇദ്ദേഹത്തെയൊക്കെ തകർത്തെറിയുമാറാണ് ഇബ്നു ഹജർ അൽ മക്കി, ഹൈത്തമി, ഇബ്നു ഹജറുൽ ഹൈത്തമിയൊക്കെ സംഗീതത്തെ എതിർത്തിട്ടുള്ളത് ഷാഫി മദ്ഹബിൽ വളരെ പ്രാമാണികമായിട്ട് തെളിവുകൾ നിരത്തി. പക്ഷേ എന്നിട്ട് ഈ തെളിവുകൾ നിരത്തിയിട്ടുള്ള പ്രാമാണികരായ പണ്ഡിതന്മാരൊക്കെ അവരിൽ വിരക്തരായിട്ട് ഈ ഒറ്റപ്പെട്ട പണ്ഡിതന്മാരെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ ആഘോഷിക്കണത്, ഈ സംഗീതം അനുവദിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. ഇതിൽ ഇവരിലേറ്റവും പ്രമുഖൻ മറ്റൊരാളുണ്ട്, ഈ വിഷയത്തിൽ ഗ്രന്ഥരചന നടത്തിയ പണ്ഡിതനാണ് തർത്തൂഷി, അബൂബക്കറിന് തർത്തൂഷി, അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ് അദ്ദേഹം. കൂടുതൽ ഈ സംഗീതം അനുവദനീയമെന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുള്ളത് മാലിക്കി മദ്ഹബിലാണ്. മാലിക്കി മദ്ഹബിലെ ആളുകളെയാണ് നമ്മുടെ കേരളക്കരയിൽ വരെ ആളുകൾ എന്ത് ചെയ്യുക, ഈ സംഗീതത്തിൻ്റെ വിഷയത്തിൽ തെളിവിന് കൂട്ടുപിടിക്കുക. പക്ഷേ മാലിക്കി മദ്ഹബിലെ നമ്മളൊരു അഗ്രേസരന്മാരെന്ന് പറയില്ലേ, മുൻനിരയിൽ നിർത്തപ്പെടുന്ന പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. അവരൊക്കെ ഇത് പാടില്ല എന്നതിൽ കിതാബ് എഴുതിയവരാണ്, വലിയ പ്രാമാണികരായ വലിയ പണ്ഡിതന്മാരാണ്. പക്ഷേ ഇതൊക്കെ തമസ്കരിച്ചിട്ടാണ് ചില ആളുകൾ എന്ത് ചെയ്യണത്, ഇതിനെ ഈ സംഗീതത്തിൻ്റെ വിഷയത്തിൽ ഈ ലാഘവത്വം കാണിച്ച് അനുവദനീയമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുപിടിക്കുന്നത് വലിയൊരു ഇഷ്കാലാണിത്. ഇതിപ്പോൾ ഷാഫിയാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇബ്നുൽ ഖൈസുറാനി അദ്ദേഹം ഇത് അനുവദനീയമാണെന്ന് പറഞ്ഞു. അബുൽ ഹാമിദ് അൽ ഖസാലിയെ കുറിച്ച് പറയേണ്ട, പക്ഷേ അബുൽ ഹാമിദ് അൽ ഖസാലി അങ്ങനെ നിരുപാധികം സംഗീതോപകരണങ്ങൾ അനുവദിച്ച പണ്ഡിതനല്ല. അദ്ദേഹം ചിലതിനെ മാത്രം അനുവദിച്ച് ചില വിഷയങ്ങളുണ്ട് എന്നുള്ളത് നേരാണ്.
ഏതായാലും ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാനിത് സൂചിപ്പിച്ചത് പിന്നെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഗീതത്തിൻ്റെ വിഷയത്തിലുണ്ടല്ലോ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ ശരിയാണ്. അത് പറയാതെ നമ്മൾ ഇത് പാടില്ല എന്നുള്ളത് മാത്രം പറഞ്ഞു പോയില്ലെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്തു ഇങ്ങനെ എടുത്തിടും. ഇന്ന ആൾ പറഞ്ഞല്ല, ഇന്ന ആൾ പറഞ്ഞല്ല. ഇബ്നു ഹസം അബ്ബാഹിരി അദ്ദേഹത്തിൻ്റെതാണ് എല്ലാവർക്കും അത്ഭുതം. ഇബ്നു ഹസം അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം ഉണ്ടല്ലോ, പല വിഷയങ്ങളുണ്ട്, സ്ഥിരീകരിക്കുന്ന വിഷയത്തിൽ മഹാത്ഭുതമാണ്. സംഗീതത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് അൽ മുഹല്ല എന്ന് പറയുന്ന കിതാബിൽ 21 ഹദീസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ 21 ഹദീസും അദ്ദേഹം അത് ദുർബലാണ് എന്ന്, ഈ വിഷയത്തിൽ ദുർബലം എന്ന് വിധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സംഗീതം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇബ്നു ഹസം പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചില സൂക്ഷ്മത കുറവുകൾ ഈ വിഷയത്തിൽ വന്നത് പണ്ഡിതന്മാർ ശരിക്കും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇമാം ബുഖാരിയുടെ ഹദീസ്, ഹിഷാം ബിൻ അമ്മാറിൽ നിന്നുള്ള ഹദീസ്. അതിന് ഇമാം പിന്നെ ബുഖാരി നൽകിയതിനെ ഇബ്നു ഹസം എന്ത് ചെയ്യാണ്, അതിനെ പിന്നെ അത് അസ്വീകാര്യമെന്ന് വിധിക്കുകയാണ് ചെയ്തത്. കാരണം അത് പിന്നെ ഇങ്ങനെ മുഅല്ലഖായതാണ് എന്ന് പറഞ്ഞിട്ട് ഹിഷാം ബിൻ അമ്മാറിനെ ഇമാം ബുഖാരി സന്ധിച്ചിട്ടില്ല എന്ന് തുടങ്ങിയതായ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട്, അത് ഈ ഇബ്നു ഹസമിൽ നിന്ന് വന്നതിൽ എല്ലാവർക്കും അത്ഭുതം, സൂക്ഷ്മത കുറവിൽ. കാരണം ഇബ്നു ഹസമിൽ നിന്ന് അങ്ങനെ വരാൻ പാടില്ല. ഏതായാലും റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നബിയല്ല അല്ലേ, നബിയുൻ മുർസലല്ല, മലക്കുൻ മുഖറബും അല്ല, വീഴ്ച വരാം. അതിൽ നിന്ന് ഈ വിഷയത്തിൽ വീഴ്ച വന്നു എന്നുള്ളത് പ്രാമാണികർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ചിലർക്ക് ഈ വിഷയത്തിൽ ചില വീക്ഷണ വ്യത്യാസമുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ തെളിവുകൾ വ്യക്തമാണ്. സംഗീതത്തിൻ്റെ വിഷയത്തിൽ അത് പിന്നെ അപകടമാണ് എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞില്ലേ, ഈ സംഗീതോപകരണങ്ങൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ പറഞ്ഞു. ശപിക്കപ്പെട്ട ശബ്ദമാണതെന്ന് പറഞ്ഞു. ഇവിടെ ഉദ്ദേശിക്കുന്ന വിനോദ വാർത്തകൾ സംഗീതത്തിൻ്റെ അകമ്പടിയുള്ള പാട്ടുകളാണ് എന്ന് പറഞ്ഞു. പിന്നെ സഹാബികൾ പറഞ്ഞു. ഇതൊക്കെ തന്നെ ഈ വിഷയത്തിൽ തെളിവായിട്ട് മതി. പിന്നെ അനുഭവങ്ങൾ, അറിവിൻ്റെ സാക്ഷ്യവും അനുഭവ സാക്ഷ്യവും. സംഗീതത്തിൻ്റെ ആ ഒരു ദുരന്തം അത് തലച്ചോറുകളെ വളരെയധികം ബാധിക്കും. നമ്മളല്ലേ ഖംറുൽ ഉഖൂൽ, തലച്ചോറിന് ഏൽക്കുന്ന ലഹരിയാണ് സംഗീതം. അത് നമ്മളുടെ എല്ലാ മേഖലയും ബാധിക്കും. സംഗീതമയമായൊരു ഇത് കേട്ട് വന്നിട്ട് നിസ്കരിച്ച് നോക്കിയേ, നമ്മുടെ ഭക്തിയെ ബാധിക്കും, അത് ഖുശൂവിനെ ബാധിക്കും. അതേപോലെ നമ്മൾ ദിക്റുകൾ മനപ്പാടാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ വിറുതുകൾ, ഖുർആൻ്റെ സൂറത്തുകൾ മനപ്പാടമാക്കിയത്, അതേപോലെ തന്നെ ആയത്തുകൾ മനപ്പാടാക്കിയതിനൊക്കെ ഇത് ബാധിക്കും. പിന്നെ ഒരു ആയത്ത് ഓതിയിട്ട് നമ്മൾ അതിൻ്റെ ആശയം ഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആശയം ഗ്രഹിച്ചിട്ടൊരു ആരാധന നിർവഹിക്കുമ്പോൾ അതിൻ്റെ അഭിരുചി വരെ കിട്ടൂല, അത് കട്ടായാണ്. അത് കിട്ടൂല എന്നുള്ളത് ആ ഒരു പിന്നെ ഇത് ഖുശൂ അത് പോകും. സംഗീതം മഹാഫിത്നയാണ്, അല്ലാഹു മുസ്തആൻ. ഏതായാലും ഞാനിപ്പോൾ ഇത് ഞാനൊരു വിശദമായിട്ട് പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഇങ്ങനെ സന്ദർഭോചിതമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്, ലഹുവൽ ഹദീസിനെ വാങ്ങിക്കുന്നവർ ജനങ്ങളിൽ ചിലരുണ്ട്. അതെന്തിനാണ് വാങ്ങിക്കുന്നത്? ലിയുദില്ല അൻ സബീലില്ല, അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ആളുകളെ പിഴപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ബിഗൈരി ഇൽമിൻ, അത് യാതൊരു ഇൽമും കൂടാതെ, ജഹലിൻ്റെ മേൽവിലാസത്തിൽ അത് ചെയ്യുന്നതാണ്. ഇവിടെ യദില്ല എന്നും കരാത്തുണ്ട്, യുദില്ല എന്നും യദില്ല എന്നും കരാത്തുണ്ട്. യദില്ല എന്ന് പറഞ്ഞാൽ പിഴക്കാൻ വേണ്ടി. ഇത് വാങ്ങണോ പഴക്കും, അത് കണ്ടിട്ട് മറ്റുള്ളവർ പഴക്കും. പഴച്ചാൽ പിന്നെ പഴക്കും ചെയ്യും, പഴപ്പിക്കുകയും ചെയ്യും. ദല്ലു ഫാദല്ലു എന്ന് പറഞ്ഞേ, ദല്ലു എന്ന് പറഞ്ഞാൽ പഴച്ചു, ഫാദല്ലു പഴപ്പിക്കുകയും ചെയ്യുന്നതല്ലേ. ലിയദില്ല എന്നുള്ള ഖിറാഅത്ത് മുതവാത്തിറായ ഖിറാഅത്താണ്, പിഴക്കാൻ വേണ്ടി. ആര് പിഴക്കാൻ വേണ്ടി? ഇത് വാങ്ങണോ പിഴക്കാൻ വേണ്ടി, മറ്റുള്ളവരും പിഴക്കാൻ വേണ്ടി. ലിയുദില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പിഴപ്പിക്കാൻ വേണ്ടി. ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം നോക്കുമ്പോൾ പിഴപ്പിക്കാൻ വേണ്ടി. നമ്മൾ പറഞ്ഞു ഇവിടെ ഈ പിന്നെ സംഗീതവും പാട്ടും മാത്രമല്ല ഇവിടെ ഉദ്ദേശം, അല്ലേ? എനിക്ക് തോന്നുന്നു അമാനി മൗലവിയൊക്കെ ഇതിൽ വിശദമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ലഹുൽ ഹദീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ
പഴപ്പിക്കുന്ന എല്ലാം കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നോവലുകൾ, അതേപോലെ തന്നെ ഹാസ്യ, പിന്നെ പ്രകടനങ്ങൾ പലതും ഉണ്ടല്ലോ, അതൊക്കെ. അതേപോലെ തന്നെ പിന്നെ ഈ നൃത്തങ്ങൾ, അതേപോലെ തന്നെ പല നടനങ്ങളും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുൽ മുസ്തആൻ. ഇന്നിപ്പോൾ നമ്മൾക്ക് ഈ സംഗീതം അതിൽ നിന്ന് സലാമത്ത് കിട്ടുക എന്ന് പറഞ്ഞെങ്കിൽ വളരെ പ്രയാസമല്ലേ. എല്ലായിടത്തും സംഗീതം, അത് പള്ളി മെഹ്റാബുകളിൽ വരെ എത്തി. മഴവെള്ളം കൃഷി മുളപ്പിക്കുന്നത് പോലെ സംഗീതം മനസ്സിൽ കാപട്യം മുളപ്പിക്കുമെന്നാണ്, മനസ്സിൽ നിഫാക്കിനെ മുളപ്പിക്കുന്നതാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നത് പോലെ തന്നെ ഈ സംഗീതം എന്ത് ചെയ്യും, പിന്നെ മനസ്സിൽ കാപട്യം ഉണ്ടാക്കുമെന്നുള്ളതാണ്. നമുക്ക് ആത്മാർത്ഥത പോകും, അള്ളാഹുവിൽ നമ്മൾ തെറ്റിക്കപ്പെടും, വിശുദ്ധ ഖുർആനിൽ തെറ്റിക്കപ്പെടും, വിശുദ്ധ ഖുർആൻ നമ്മളെ തൊട്ട് വിസ്മൃതമാകും, ദിക്റുകൾ വിസ്മൃതാകും. അങ്ങനത്തെ ഒരു ലോകം അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. ويتخذها എന്നെന്താ, അതിനെ അവൻ സ്വീകരിക്കുകയും ചെയ്യും. ഹുസുവൻ എന്ന് പറഞ്ഞാൽ ഇസ്തിഹ്സ, പരിഹാസം. ഇവിടെ ഇസ്തിഹ്സ എന്ന് പറഞ്ഞത് ഈ യത്തഖീദ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മുകളിൽ പറഞ്ഞ ആയത്തുകളുണ്ടല്ലോ, ആയത്തുകളിലേക്കാണ് അതിൻ്റെ സൂചന. ആയത്തുകളിലേക്കാണ് ഈ ദമീർ മടക്കുന്നത്. വയത്തഖീദഹ, അള്ളാഹുവിൻ്റെ ആയത്തുകളെ പിന്നെ അവൻ സ്വീകരിക്കുകയും ചെയ്യും. ഹുസുവൻ എന്ന് പറഞ്ഞാൽ പരിഹാസമായി. അതിപ്പോൾ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ നദർ ബിൻ ഹാരിസ് പറഞ്ഞില്ലേ, മുഹമ്മദ് ആയത്ത് ഓതിയിട്ട് പറയണത് നിങ്ങളുടെ ആദ് സമൂദ് ഗോത്രങ്ങളുടെ കഥയാണ്, അതിനേക്കാൾ വലിയ കഥകൾ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് മറ്റേ കഥകൾ പറയുന്നത്. ഇന്നിപ്പോൾ ഈ യത്തഖിദഹ ഹുസുവൻ, ആയത്തുകളെ പരിഹാസമായിട്ട് സ്വീകരിക്കുന്ന ആളുകൾ, ഈ നിരീശ്വര നിർമ്മതവാദത്തിൻ്റെ പേര് പറഞ്ഞ് ഈ യമുക്കൾ അതിൻ്റെ ആളുകളാണ്. നിരീശ്വര നിർമ്മതവാദികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ആയത്തുകളെ പരിഹസിക്കാത്ത നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. യുക്തിവാദികൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുപോലല്ല. ആയത്തുകളെന്നും പിന്നെ നിസ്ലാശ്രമാർത്ഥങ്ങളെയൊന്നും പരിഹാസ്യമാക്കാത്ത അല്ലാഹു കാക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. ചില മന്യന്മാരെ കയ്യിലുമുണ്ട്. പക്ഷേ ഈ എമുക്കൾ എന്ന പേരിലുണ്ടല്ലോ ചില മുസ്ലിം നാമധാരികൾ, അതേപോലെ തന്നെ പിന്നെ ചില ആളുകളുണ്ട്. അവർ വിശുദ്ധ ഖുർആനെ പരിഹസിക്കുന്ന, ആയത്തുകളെ പരിഹസിക്കുന്ന, അതേപോലെ തന്നെ ഹദീസുകളെ പരിഹസിക്കുന്ന, നിസ്ലാശ്രമാർത്ഥങ്ങളുടെ ചരിത്രം പരിഹസിച്ചുകൊണ്ട് പറയുന്നൊക്കെ വിഷയമല്ലേ. അല്ലാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഇവിടെ പറയണ യത്തഖിദഹ ഹുസുവ ഉലായിക ലഹും അദാബും മുഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണു ഉലായിക ലഹും, അക്കൂട്ടർ അവർക്കാകുന്നു, അദാബും മുഹീനുൻ എന്ന നിന്ദ്യമായ അദാബ്, ശിക്ഷ. നിന്ദ്യമായ ശിക്ഷ എന്താ? ഈ ശിക്ഷ ഏത് ശിക്ഷ? നിന്ദ്യമായ ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം നരകശിക്ഷയാണ്. റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈതഹു. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ഇന്നക മൻ തുദ്ഖിലിന്നാർ, നീ വല്ലവരെയും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ ഫഖദ് അഖ്സൈതഹു എന്നാണ്. അത് അഖ്സൈതഹു എന്ന് പറഞ്ഞാൽ നീ അവരെ മാനം കെടുത്തി എന്നുള്ളതാണ്, നിന്ദിച്ചു എന്നുള്ളതാണ്. ഉലായിക ലഹും അദാബും മുഹീൻ. ഖലാസ്. നമുക്ക് ഈ ആയത്തും ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ഇതിലെടുക്കാം.